മൗറീഷ്യസിലാണെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. മെഡിക്കലും നോൺ മെഡിക്കൽ ആയിട്ടുള്ള വേക്കൻസീസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മൗറീഷ്യസിൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്കാണ് കറന്റ് നമുക്കിപ്പോൾ വേക്കൻസീസ് വന്നിട്ടുള്ളത്. CCare എന്ന് പറയുന്ന ഹോസ്പിറ്റലിന്റെ അണ്ടറിൽ നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ ബ്രാഞ്ചസിലേക്കുള്ള വേക്കൻസി ആണ് ഇപ്പൊ ഇവർ ഇട്ടേക്കുന്നത്. നമുക്കിപ്പോ നിലവിലെ വേക്കൻസീസ് വന്നേക്കുന്നത് രജിസ്റ്റേർഡ് നഴ്സ്, ഫാർമസിസ്റ്റ്, ഫാർമസി ടെക്നീഷ്യൻസ്, ഹെൽത്ത് കെയർ അസിസ്റ്റന്റ്, മെഡിക്കൽ ലാബോറട്ടറി ടെക്നീഷ്യൻസിനും ക്ലിനിക്കൽ ലാബോറട്ടറി അസിസ്റ്റന്റ്സിനും നമ്മൾ ഇതിൽ വേക്കൻസീസ് കണ്ടിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് ദന്തൽ അസിസ്റ്റന്റ്, IT മാനേജർ, അതായത് നോൺ മെഡിക്കൽ ഫീൽഡിലുള്ള പോസ്റ്റിലേക്കും ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. IT മാനേജർ ലൈക്ക് അങ്ങനത്തെ കുറച്ച് പോസ്റ്റിലേക്കുള്ള വേക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ലിങ്കിലേക്ക് കയറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ലിങ്ക് ഓപ്ഷൻ ഉണ്ട്. അതായത് ഞാൻ എന്റെ യൂട്യൂബിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെയായിട്ട് ജോബ് വേക്കൻസീസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ പ്രസ് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് CCareന്റെ അണ്ടറിൽ ഇപ്പൊ അവർക്ക് പോസ്റ്റ് ചെയ്തേക്കുന്ന വേക്കൻസീസ് ഫുൾ അവിടെ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ പ്രൊഫഷനിൽ പറ്റുന്ന, അതായത് നിങ്ങൾക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ ഉള്ളത് അതിന് പറ്റുന്ന വേക്കൻസീസ് അതിലുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക. വേക്കൻസീസ് അതിലുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ താഴെ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾക്ക് വരുന്നത്, അതിലുള്ള ക്വാളിഫിക്കേഷൻസ്. ഇപ്പൊ നമ്മൾ ലാബ് ടെക്നീഷ്യൻ ആണെങ്കിൽ നമ്മളിപ്പോ MLT മസ്റ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കണം, അങ്ങനെ കുറച്ച് ഇതുണ്ടല്ലോ പ്രൊഫഷണൽ ആയിട്ട്. അപ്പൊ അതുപോലെ അവർ താഴെ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് പ്രൊഫഷൻ ഏതാണ് വേണ്ടതെന്നുള്ളത്, എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്നുള്ളതും, എത്ര ഇയർ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടതെന്നുള്ളതും അവർ ക്ലിയർ ആയിട്ട് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം അവർ കൊടുത്തേക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ കയറി നിങ്ങൾക്ക് CV സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ അപ്ലൈ യുവർ CV എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് CV അപ്ലോഡ് ചെയ്യുക. അപ്പൊ തന്നെ സബ്മിഷൻ ആവും. ലാസ്റ്റ് ഇവർ ഡെഡ് ലൈൻ കൊടുത്തേക്കുന്നത് January 16 ഇവർ ഡെഡ് ലൈൻ കൊടുത്തേക്കുന്നത്. അപ്പൊ അതിനുള്ളിൽ നിങ്ങൾ മാക്സിമം എല്ലാവരും CV സബ്മിറ്റ് ചെയ്യുക. കാരണം നമുക്കിത് 0 സർവീസ് ചാർജ് ആണ്. അതായത് നമുക്ക് സർവീസ് ചാർജ് കാര്യങ്ങളും ഏജൻസി ത്രൂ അല്ലാതെ ഡയറക്റ്റ് ഉള്ള ലിങ്ക് ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. വൺസ് നിങ്ങൾക്ക് CV സെലക്ട് ആയി ഇന്റർവ്യൂ ഓക്കെ ആണെന്നുണ്ട്, നിങ്ങൾ സെലക്ട് ആയെന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് ചാർജ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഇങ്ങോട്ടേക്ക് കയറി വരാവുന്നതാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ എന്റെ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലീസ്, കൊളീഗ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അവരോട് ലിങ്കിൽ കയറിയിട്ട് ഇപ്പൊ തന്നെ മസ്റ്റ് ആയിട്ട് അവരുടെ CV അപ്ലോഡ് ചെയ്യാൻ പറയാം. വേറൊരു കാര്യം, 100% ഞാൻ നിങ്ങൾക്ക് ആർക്കും ഉറപ്പ് തരുന്നില്ല. നിങ്ങളിപ്പോ CV അയക്കുമ്പോൾ നിങ്ങൾ സെലക്ട് ആവും എന്നുള്ളത് ഞാൻ ആർക്കും 100% ഉറപ്പ് തരുന്നില്ല. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം. ജസ്റ്റ് ഒന്ന് CV അയച്ച് ട്രൈ ചെയ്യാം. വൺസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന സാലറി പാക്കേജ് കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാം. അല്ലാത്തവർക്ക് അത് ലീവ് ചെയ്യാം. അതിൽ ഇഷ്യൂസ് ഒന്നുമില്ല. എനിക്ക് ഒരുപാട് MBBS സ്റ്റുഡൻസ്, അതായത് MBBS കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് വേക്കൻസീസ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്. അവർക്കും നമ്മുടെ CCareന്റെ അണ്ടറിൽ നമുക്ക് റെസിഡന്റ് മെഡിക്കൽ ഓഫീസറിന്റെ വേക്കൻസി, അതായത് RMOയുടെ വേക്കൻസീസ് അവർ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ MBBS കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ജസ്റ്റ് ഇതിൽ കയറി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നമുക്ക് ട്രൈ ആക്കാം, കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സീ സൂൺ.